പഴയകാല കാർഷിക ജീവിത രീതികളും പരസ്പര സഹകരണത്തിന്റെ പാരമ്പര്യവും ഓർമ്മിപ്പിച്ച് പുതുശ്ശേരി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കർഷകരുടെ പങ്കാളിത്തത്തോടെയും കാർഷിക ബോധവൽക്കരണ പരിപാടികളോടെയും നടന്ന ചടങ്ങ് ശ്രദ്ധേയമായി. കർഷക സഭ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷീല ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരമ്പരാഗത കൃഷിരീതികളെ പുതുതലമുറയിലേക്ക് കൈമാറുന്നതിനും ഇത്തരം പരിപാടികൾ സഹായകരമാണെന്ന് അവർ പറഞ്ഞു. ഇന്ന് നിലച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കൃഷി. അപ്പോൾ ഇന്നത്തെ പുതുതലമുറയൊന്നും കൃഷിയോട് താല്പര്യമില്ലാത്ത രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃഷിയെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതെങ്ങനെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ മുല്ലക്കൃഷിയുടെയും ചെണ്ടുമല്ലിത്തൈയുടെയും എല്ലാം കൃഷിഭവനും കൂടെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാരാണ് നമുക്കതിലൊരു റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അറിയേണ്ടതിൽ എല്ലാവരും താല്പര്യത്തോടെ വരുന്ന ആളുകാരാണ്. പക്ഷേ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസാരിച്ച കൃഷി ഓഫീസർ എം.എൻ. സുഭാഷ് പഴയകാലത്തെ ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് അനുസ്മരിച്ചു. ഞാറ്റുവേല സമയങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ കർഷകർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമായിരുന്ന ആ കാലഘട്ടം ഇന്നത്തെ സമൂഹത്തിനും മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പാർവതി, കൃഷി അസിസ്റ്റന്റ് ശിവ സുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർമാർ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. അജിത്, രഞ്ജിത്ത് എന്നിവർ കാർഷിക വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. പരിപാടിയുടെ ഭാഗമായി കർഷകർക്ക് തെങ്ങിൻ തൈകളും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. ഞാറ്റുവേല ചന്തയും കർഷക സഭയും കർഷകരുടെ സജീവ പങ്കാളിത്തത്തോടെയും ഗ്രാമീണ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചും ശ്രദ്ധേയമായി. UTV ന്യൂസ്, പാലക്കാട്.